ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ഒരു അനാറും ആപ്പിളും പഴമാണ് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കാം. 1/2 കപ്പ് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 3 കപ്പ് പാലും 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. പാലപ്പത്തേക്കും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മിൽക്ക് മെയ്ഡിനാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് പാലിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റാർഡ് മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ടകളൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. ഒരുപാട് തിക്കാവാതെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി ചെയ്യുന്ന ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മുടെ ഈ ഫ്രൂട്ട് സാലഡിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. ഞാനിവിടെ വലിയ മുന്തിരിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്പിളും ചെറുതായി കട്ട് ചെയ്യുക, അനാർ ഇട്ട് കൊടുക്കുക, പഴം ഇട്ട് കൊടുക്കുക. ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സിലേക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പൊടിച്ച് പഞ്ചസാര ആയാലും മതി. ഒരുപാട് ആഡ് ചെയ്യേണ്ട, ഒരു അല്പം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പോഴത്തേക്കും ഈ ഫ്രൂട്ട്സിലേക്കെല്ലാം മധുരം നന്നായിട്ട് ഈവൻലി സ്പ്രെഡ് ആയിട്ടുണ്ടാവും. കസ്റ്റാർഡ് മിക്സും തണുത്തതിന് ശേഷം ഈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം, പക്ഷെ ഞാനൊരു അല്പനേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പം നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.